നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രസേന കേരളത്തിൽ കാലുകുത്തിയതോടെ ആഭ്യന്തരമന്ത്രിക്ക് അടിച്ചാപ്പീസ് പൂട്ടി കയ്യിൽ കിട്ടിയില്ലേ? ഈ അൽപ്പൻ ഇതൊക്കെ ഇരന്നു വാങ്ങിയതാണ്. കുറച്ച് വിദ്യാർത്ഥികളെ ചാവേറുകളാക്കി രാഷ്ട്രീയ പക തീർക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മറക്കരുത് പിണറായി വിജയൻ. ഇതിലും വലിയ മറുപടി ഇനി മുഖ്യമന്ത്രിക്ക് കിട്ടാനില്ല. ഇക്കഴിഞ്ഞ ദിവസം സർക്കാരിന്റെയും CPM-ന്റെയും ചീട്ട് കീറി പെട്ടിയിലിട്ട ദിവസമാണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലെന്ന പിണറായിസത്തിന്റെ മർമ്മത്ത് കിട്ടിയ ആദ്യ അടി. ഗവർണറും ചില്ലറ ഗിമ്മിക്കുകളാണ് പുറത്തെടുത്തത്. അത് 5 അടി 5000ന്റെ പവറിൽ മുഖ്യമന്ത്രിക്ക് കിട്ടി. ഇപ്പോൾ ഇരട്ടച്ചങ്കന് നാനാ വഴിക്കൂടെയും തലങ്ങും വിലങ്ങും പൊരിഞ്ഞ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ചികിത്സ വേണ്ടത്? അതായത് ചികിത്സ വേണ്ടത് ഗവർണർക്കല്ല, പിണറായി വിജയന് തന്നെയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ശക്തിധരൻ. ഗവർണറുടെ ആരോഗ്യനില അടിയന്തരമായി പരിശോധിക്കുകയാണ് വേണ്ടതെന്ന് കേരള ഗവർണറെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ആർക്കാണ് ചികിത്സ വേണ്ടതെന്ന് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത്. ഗവർണറുടെ പല ചുവടുവെപ്പും അപക്വമായി പോയി എന്ന് കരുതിയിരുന്നവർ പോലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണത്തിന്റെ സ്വരവും പരിഹാസ്യതയും ആ പദവിക്ക് നിരക്കാത്തതാണെന്നേ പറയാനിടയുള്ളൂ. ഇതൊരു മുഖ്യമന്ത്രിയല്ലേ സംസാരിച്ചത്, അതോ മാടമ്പിയോ? മലയാളികൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന കാര്യമെങ്കിലും സമനില വിട്ടുപോയിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു. ഇന്ത്യൻ ഭരണകൂടം ഒരു ഭരണമേധാവിക്ക് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കിയാൽ അതിന്റെ അർത്ഥം പോലും മനസ്സിലാകാത്ത ഇത്ര അല്പനായി പോയോ ഈ മുഖ്യമന്ത്രി? പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും CPM-ന്റെ മുഖ്യമന്ത്രിമാർ ഇതേ CRPF-ന്റെയും BSF-ന്റെയും സേവനത്തിനു വേണ്ടി എത്ര കാലമാണ് ദില്ലിയിൽ തമ്പടിച്ചു കിടന്നിരുന്നത്? അന്ന് കേന്ദ്രസേനയുടെ സേവനം മഹത്തരം പുണ്യം. ഇപ്പോൾ അതെല്ലാം പുച്ഛം, ജനവിരുദ്ധം. കേരളത്തിൽ ഭരണത്തലവനായ ഗവർണർക്കുള്ളതിനേക്കാൾ പോലീസ് സംരക്ഷണം അക്രമങ്ങളിൽ വ്യാപൃതരായ വിദ്യാർത്ഥി നേതാക്കൾക്കാണ്. എന്തെന്നാൽ അതിന്റെ ഗുണഭോക്താവ് മുഖ്യമന്ത്രിയാണ്. അക്രമ മാർഗങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയ ഏതാനും വിദ്യാർത്ഥികളെ കയ്യിലെടുത്ത് രാഷ്ട്രീയ പക തീർക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണോ? ഗവർണറെ ചട്ടമ്പികൾക്ക് വിട്ടുകൊടുത്ത് കഥ കഴിക്കണമെന്നാണോ മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരിപ്പ്? വിദ്യാർത്ഥികളെ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസ് സേനയ്ക്ക് കഴിയാത്തതുകൊണ്ടാകാം കേന്ദ്രസേനയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അത് തെറ്റോ ശരിയോ ആകാം. ഫലത്തിൽ തലസ്ഥാനത്തെ ക്രമസമാധാനം അവതാളത്തിലായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചിരിക്കുകയാണ്. രാജ്ഭവന് സംസ്ഥാന ഭരണത്തിലുള്ള അവിശ്വാസമാണ് ഇത് കാണിക്കുന്നത്. ഭരണമേധാവിക്ക് തന്നെ പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസിൽ വലിയ ചേരിതിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുള്ളുകൊണ്ട് എടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരുന്ന അവസ്ഥയായിപ്പോയി.